ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഴിമന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് ഞാൻ അതിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മസാല കറക്റ്റായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 2 ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ അതിലേക്ക് പിന്നീട് എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 4-5 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ക്യൂബ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ചിക്കൻ ക്യൂബിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ പിന്നീട് ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ എല്ലാ മസാലയും നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ 2 തക്കാളി, ചെറിയ തക്കാളി ചെറിയ പീസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതുണ്ട്. 1 സവാള ഇതുപോലെ കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാല 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടാൻ ഉള്ള സൺഫ്ലവർ ഓയിൽ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ അത്യാവശ്യം നല്ല രീതിയിലുണ്ടെങ്കിലേ നമ്മുടെ കുഴിമന്തി നല്ല കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം നല്ല ഈ പേസ്റ്റ് എല്ലാം ഒരുമിച്ച് നല്ല സെറ്റായി കിട്ടുന്ന വരെ കുറച്ച് നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് കറക്റ്റായി കിട്ടും. അല്ലാതെ നേരം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റേലും വെക്കാൻ നോക്കുക. അപ്പോൾ അത്രയും നല്ല പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് എണ്ണ ഒഴിച്ച് ചൂടാക്കി വെക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ കൂടാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടൊന്നും വരണ്ട, ഒരു ഹാഫ് വേവിൽ കറക്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മന്തിക്ക് ആയതുകൊണ്ട് തന്നെ നല്ല കൂടുതൽ നമ്മൾ സാധാ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ അത്ര കറക്റ്റ് വേവൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഒരു ഹാഫ് വേവിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ ചിക്കൻ ഇവിടെ ഒരുവിധം സെറ്റായി വന്ന ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ചിക്കനിൽ കളറ് ചേർക്കേണ്ടവർക്ക് കളറ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ റൈസും ഈ ചിക്കനൊക്കെ കിട്ടും. പക്ഷെ ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ നല്ല നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അതിനുശേഷം ചിക്കനൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഓയിൽ പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ അത് മാറ്റി വെക്കണം. പിന്നീട് ചെമ്പിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ച ശേഷം ഒരു 5 ഗ്രാമ്പു പട്ട, അതുപോലെ 5 ഏലക്കായ, 2 ചെറുനാരങ്ങ ഉണക്കിയതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ റൈസ് ഇട്ടാൽ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ അരി എടുത്തിട്ടുണ്ട്. അരി ഒരു 10 മിനിറ്റ് നേരം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുക. അരി കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ അരി അതിലേക്ക് ഇട്ടിട്ട് ചോറ് ആവശ്യത്തിനുള്ള കറക്റ്റ് വേവായെന്ന് തോന്നുമ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ്. കറക്റ്റ് വേവ് തന്നെ നമ്മൾ എടുക്കണം. കൂടുതൽ വേവ് കുറഞ്ഞു പോകാനും പാടില്ല, വേവ് കൂടിപ്പോകാനും പാടില്ല. അതുകൊണ്ട് എല്ലാവരും കറക്റ്റ് വേവ് തന്നെ അത് എടുക്കാൻ ശ്രമിക്കുക. ശേഷം ചോറ് ഒരുവിധം സെറ്റായി വരുന്ന മുമ്പ് ഒരു ചെമ്പ് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് നമ്മൾ ഊറ്റിയെടുക്കുന്നത് വറ്റിച്ചിട്ടല്ല. അപ്പോൾ ചോറ് ഊറ്റിയിട്ട് അത് ഓരോ തവണയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല വൃത്തിക്ക് നമ്മുടെ ചോറ് കറക്റ്റ് വേവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അതിനുശേഷം നേരത്തെ മാറ്റി വെച്ച ഓയിലുണ്ടായിരുന്നല്ലോ, ആ ഓയിൽ നമ്മൾ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് റൈസിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് ഞാൻ അതിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ചെറിയ ബൗളെടുത്തിട്ട് അതിൽ തീയിൻ്റെ കനൽ കുറച്ച് എടുക്കുന്നുണ്ട്. തീ കനലെടുത്തിട്ട് ഞാൻ അതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. 20 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിൽ വെച്ചിരുന്ന മുളകും തീയുടെ കനലൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദേ നമ്മുടെ ചോറ് ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ അതേ നമ്മുടെ പെർഫെക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് വീട്ടിൽ കുഴിമന്തി ഉണ്ടാക്കി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക.